കഠിനമായ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇതിനെ തുടർന്ന് 2000-ൽ ഒരു കുഴൽക്കിണർ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ കുഴൽക്കിണർ പ്രവർത്തനരഹിതമാവുകയും തുടർന്ന് 2 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ കുഴൽക്കിണർ വീണ്ടും സ്ഥാപിച്ചു. 160 കുടുംബങ്ങളുള്ള ഈ പ്രദേശത്ത് ഇപ്പോൾ 45ഓളം കുടുംബങ്ങൾ ഈ കുഴൽക്കിണറിന്റെ ഗുണഭോക്താക്കളാണ്. ഞങ്ങൾക്ക് വെള്ളം കിട്ടാണ്ട് ഞങ്ങൾ ചെറിയ കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് കുട്ടികൾ വരട്ടെ വന്നിട്ട് കാത്തിരിക്കും. എന്നിട്ട് കുട്ടികളായിട്ട് വന്നിട്ട് ഒരുപാട് ദൂരം നിന്ന് വെള്ളം കൊണ്ടുവരണം. ചെമ്പ് തലയിലൊക്കെ വെച്ചിട്ടും സൈക്കിളും കെട്ടി വന്നിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചിലവർ ഇവിടുന്ന് പോകും. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ചിലവർ വീട്ടിലേക്ക് പോയി നിൽക്കും. വീട്ടിൽ നിന്നിട്ട് വെള്ളമൊക്കെ ആകുമ്പോൾ വരാൻ പറയുമ്പോൾ കുട്ടികളുടെ മദ്രസയും സ്കൂളും എല്ലാം ബുദ്ധിമുട്ടുകൊണ്ട് വീണ്ടും വരും. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പക്ഷെ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് പരാതി പറഞ്ഞ് ഇതിപ്പോൾ വെള്ളം ഈ നിലക്ക് അയക്കണം. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 1 മാസമാകാറായി വെള്ളം നല്ലോണം സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വെള്ളം കിട്ടാൻ. ഇപ്പോൾ വെള്ളത്തിന് കുഴപ്പമില്ല. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് മുല്ലശ്ശേരി പഞ്ചായത്തിനെ കുടിവെള്ള പ്രശ്നങ്ങളിൽ ആഴ്ത്തിയത്. എന്നാൽ ഓരോ ഭൂപ്രദേശത്തിനും ചേരുന്ന രീതിയിലുള്ള 10ഓളം കുടിവെള്ള പദ്ധതികൾ മുല്ലശ്ശേരിക്ക് ഇന്ന് ഒരാശ്വാസമാണ്. കോർലി, ഊരകം, പൂച്ചക്കുന്ന്, കണ്ണേങ്ങാട്ട്, PHSC വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് എന്നീ പദ്ധതികൾ കുടിവെള്ള മേഖലയിൽ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ തന്നെയാണ്. കുടിവെള്ള പദ്ധതിയെക്കുറിച്ചുള്ള ഇവരുടെ വികസന പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നാം കണ്ടു കഴിഞ്ഞു. തീർച്ചയായും ഇനി ജഡ്ജസിന് ഒട്ടേറെ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ടാവും. കണ്ണൻ സർ, എനിക്ക് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഈ കുടിവെള്ളം അല്ലാതെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രധാന പദ്ധതികൾ നടപ്പാക്കിയതിനെ പറ്റി കൃഷിയും ആശ്രയ പദ്ധതിയും. അപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും? കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ 13 പാടശേഖര സമിതികളുണ്ട്. ഈ 13 പാടശേഖര സമിതിക്ക് ഗ്രാമപഞ്ചായത്ത് വിത്ത്, വളം, അതുപോലെ പമ്പ് സെറ്റ് ഇതൊക്കെ തന്നെ പഞ്ചായത്ത് സബ്സിഡിയോട് കൂടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാടശേഖര സമിതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാർക്ക് ടില്ലർ ഇതൊക്കെ തന്നെ പഞ്ചായത്ത് നൽകുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നടീൽ മിഷൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കൃഷിയുടെ കാര്യത്തിൽ ഇപ്പോൾ പല പഞ്ചായത്തുകാരും പറയുന്നത് കൃഷി അത്ര ലാഭകരമല്ല, അതുകൊണ്ടാണ് പലരും നെൽകൃഷിയിൽ വരാത്തത്, അതല്ല അത് ഇട്ടെറിഞ്ഞ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം കോൾ നിലങ്ങളായതുകൊണ്ട് വേറെ കൃഷി ചെയ്യാനുള്ളത് ഉണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പോഴുള്ള കൃഷിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് വല്ലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ലാഭകരമാണ് കൃഷി. ഇപ്പൊ 12 രൂപയാണ് നെല്ലിന്. അത് ശരി. അവിടെ തവണത്തെ പോലെ അതിനൊക്കെ കൂട്ടിയില്ലോ. അവിടെ എങ്ങനെയാണ് ഉൽപ്പാദനക്ഷമത? 1 ഏക്കറിന് എത്ര നെല്ല് കിട്ടും? മുൻകാലങ്ങളിൽ 6 ക്വിൻ്റൽ 1 ഹെക്ടറിന് കിട്ടിയിരുന്നത്. 1 ഹെക്ടറിന് 1 ഹെക്ടർ പറഞ്ഞാൽ ഏകദേശം 2.5 ഏക്കറോളായി. അതിപ്പോൾ 7.5 ക്വിൻ്റലോളം കിട്ടും. 7.5 ക്വിൻ്റലോ 75 ക്വിൻ്റലോ? 7.5 ടൺ. 7.5 ടൺ. 7.5 ടൺ. 7.5 ടൺ നല്ല ഒരു ഇതാണ്. പിന്നെ അതേമാതിരി തന്നെ തെങ്ങ് കൃഷിക്ക് തെങ്ങ് കൃഷി തെങ്ങൊന്നൊക്കെ 60 നാളികേരം കിട്ടിയിരുന്നത് ഇപ്പോൾ 80ഓളം നാളികേരം കിട്ടുന്നുണ്ട്. അത് എന്ത് ചെയ്തിട്ടാണ് ഈ 60-ന്ന് 80-ലോട്ട് പോകാൻ? അവർക്ക് വളം സബ്സിഡി നിരക്കിൽ. എന്ത് വെള്ളമാണോ? രാസവെള്ളമാണോ അതോ ജൈവവെള്ളമാണോ? ജൈവവളം, കപ്പലണ്ടി, പിണ്ണാക്ക് തുടങ്ങിയ. അത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണോ അതോ? ഞങ്ങൾ കമ്പനികളിൽ നിന്ന് ടെൻഡർ വിളിച്ചിട്ട് വരുത്തി കൊടുക്കാറ് പതിവ്. അത് 100% സബ്സിഡി ആയിട്ടാണോ? അതെ, 100% അല്ല, പകുതി. അത് ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച്. ഈ കോൾ നിലങ്ങളിൽ മത്സ്യകൃഷി എന്തെങ്കിലും പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നുണ്ടോ? കോളില് മത്സ്യകൃഷി മുല്ലശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നടത്താനായിട്ട് കർഷകർ തയ്യാറല്ല. എന്തുകൊണ്ടാണത്? അത് അവർക്ക് ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ടാണ്. മീൻ കളവ് പോവും. അപ്പോൾ അത് നോട്ടക്കൂലി ഇതെല്ലാം കഴിച്ചിട്ട് വരുമ്പോൾ ലാഭം കിട്ടില്ല എന്നുള്ള പേടി കൊണ്ട് അവർ ചെയ്തില്ല. അപ്പോൾ നെൽകൃഷി തന്നെ 2 പ്രാവശ്യം ചെയ്യുമോ? നെൽകൃഷി ഒരു പൂവാണോ ഇരിപ്പൂ കൃഷിയാണോ? ചിലയിടത്ത് ഇരിപ്പൂ കൃഷി നടത്തുന്നുണ്ട്, മിക്ക സ്ഥലത്തും ഒരു പൂവിലാണ് നടത്തുന്നത്.
നിങ്ങളുടെ ഈ കുടിവെള്ള പദ്ധതികളിൽ ഇപ്പോൾ പമ്പെല്ലാം സ്ഥാപിച്ച് പൈപ്പ് ലൈനും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് ഗുണഭോക്തൃ സമിതികൾക്ക് കൈമാറുകയാണോ അതോ പഞ്ചായത്ത് തന്നെയാണോ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്? അതിൻ്റെ പ്രധാന മെയിൻ്റനൻസ് പഞ്ചായത്ത് ചെയ്യും, വൈദ്യുതി ചാർജ് പഞ്ചായത്ത് അടയ്ക്കും. പക്ഷെ അവിടെ ഒരു ഗുണഭോക്തൃ സമിതി, ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് പരിപാലിക്കേണ്ട കാര്യങ്ങൾ അവരെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി അവരെ ഗുണഭോക്താക്കളിൽ നിന്ന് വിഹിതം പിരിക്കുന്നുണ്ടോ? നിങ്ങൾ പഞ്ചായത്തൊന്നും പിരിച്ചു മേടിക്കുന്നില്ല. ഈ ഗുണഭോക്തൃ സമിതി സമിതി ചെറുതായിട്ട് 20 ഉറുപ്പ്യ വെച്ചിട്ട് പിരിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പിരിച്ച് ലഭിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും മൈനർ റിപ്പയർ ഒക്കെ വരുന്ന സമയത്ത് മൈനർ റിപ്പയർ വരുമ്പോൾ പഞ്ചായത്ത് നേരിട്ട് ചെയ്യും. മേജർ റിപ്പയർ പഞ്ചായത്ത് ചെയ്യും അല്ലേ? മൈനറിന് ഇപ്പം പൈസ പിരിച്ചു കിട്ടാത്തടത്ത് മൈനറും മേജറും പഞ്ചായത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി. അപ്പൊ ഈ പമ്പ് ഓപ്പറേറ്ററുടെ കൂലി കൊടുക്കുന്നത് അതാണ് അവര് പിരിച്ച് 20 ഉറുപ്പ്യ വെച്ചിട്ട് ചില സ്ഥലങ്ങളിൽ വലിയ പദ്ധതിയിൽ ഇപ്പൊ പെരുവല്ലൂർ അംബേദ്കർ കുടിവെള്ള പദ്ധതി 250-300 കുടുംബങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അവിടെ പിരിവ് നടന്നിരുന്നു. ഈ കുടിവെള്ള പദ്ധതികളൊക്കെ പൊതു ടാപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഗുണഭോക്തൃ സമിതിനെയാണ് അത് ഉദ്ഘാടനം കഴിഞ്ഞ ഗുണഭോക്തൃ സമിതിനെ രജിസ്റ്റേർഡ് ഗുണഭോക്തൃ സമിതിനെ ഏൽപ്പിക്കും. അതിൻ്റെ മെയിൻ്റനൻസൊക്കെ മൈനർ മെയിൻ്റനൻസൊക്കെ അവർ ചെയ്യും. മേജറായിട്ടുള്ളത് പഞ്ചായത്ത് ചെയ്തു കൊടുക്കും. പിന്നെ കുറേ കാലങ്ങളിൽ അവർ തന്നെ ആ കമ്മിറ്റി തന്നെ ഈ കറണ്ട് ചാർജ് അടച്ചിരുന്നു. പിന്നീട് സർക്കാരിൻ്റെ ഒരു ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ പഞ്ചായത്ത് വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന സാധാരണ വീടുകളിൽ ടാപ്പ് കൊടുക്കുകയാണെങ്കിലാണ് ഗുണഭോക്താവ് വിഹിതം കൊടുക്കേണ്ടത്. പൊതു ടാപ്പാണെങ്കിലും അവർ വിഹിതം കൊടുക്കണോ? പൊതു ടാപ്പാണെങ്കിൽ ആ കമ്മിറ്റിയെ ആണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചില്ലറ മെയിൻ്റനൻസ് ഒക്കെ. അപ്പോൾ ഒരു സ്വകാര്യ ടാപ്പ് ആണെങ്കിൽ വീട്ടിലേക്കുള്ള ടാപ്പ് അവർ വിഹിതം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരില്ല എന്ന് പറയാം. പൊതു ടാപ്പ് ആണെങ്കിൽ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കൺട്രോളില്ല. അത് കമ്മിറ്റിയാണ് അതിൻ്റെ യാതൊരുവിധ വിഹിതവും പേടിക്കാറില്ല. പഞ്ചായത്ത് പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള സംഖ്യ, പമ്പ് ഓപ്പറേറ്ററുകളുടെ സംഖ്യ 20 ഉറുപ്പ്യ വെച്ചിട്ട് പ്രതിമാസം വാങ്ങിക്കുക എന്നുള്ളതാണ് ആ കമ്മിറ്റി തീരുമാനമാണത്. അതായത് ഭരണസമിതിയുടെ തീരുമാനമല്ല, ഗുണഭോക്തൃ കമ്മിറ്റിയുടെ തീരുമാനമാണത്. ആ തീരുമാനപ്രകാരം പിരിക്കുന്നു. കാണിച്ചതില് കുടിവെള്ളത്തെ പറ്റിയിട്ട് അത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു സ്വരം കേട്ടു. അങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ പഞ്ചായത്തിന്റെ അടുക്ക വരുന്നുണ്ടോ? പരാതികൾ വരാറുണ്ട്. പരാതികളുണ്ട്. ഇപ്പോ എന്താണ് ആ കാര്യങ്ങൾ? പരാതികൾ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇട്ടിട്ട് ഇപ്പൊ ടാപ്പിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് രാത്രിയൊക്കെ നനയ്ക്കുക. രാത്രി അവരെ ടാങ്കുകളിലേക്ക് വെള്ളം പൈപ്പ് ഇട്ടിട്ട് പിടിക്കുക. പക്ഷെ അത് കമ്മിറ്റിക്കാർ പറയുമ്പോൾ, ഈ ഗുണഭോക്തൃ സമിതിയുടെ കമ്മിറ്റിക്കാർ പറയുമ്പോൾ എതിർകക്ഷി ചെവികൊള്ളാറില്ല. അപ്പം അത് ഒരു സംഘർഷത്തിലേക്ക് ചില മേഖലയിൽ എത്താറുണ്ട്. നാട്ടുകാർ തമ്മിലുള്ള അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക്. ജലസമ്പത്ത് ധാരാളം ലഭ്യമാണെങ്കിൽ പോലും നേരത്തെ പറയുണ്ടായി ഈ ശാസ്ത്രീയമായ ഭൂവിനിയോഗം നടത്താത്തത് കൊണ്ട് ആണ് ജലക്ഷാമം അനുഭവപ്പെടുന്നത്. പഞ്ചായത്ത് നേരിട്ട് എന്തെങ്കിലും പദ്ധതികൾ അതുപോലെ ശാസ്ത്രീയമായ ഭൂവിനിയോഗത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? തൃശ്ശൂർ ജില്ലാ കളക്ടർ നടപ്പിലാക്കിയ മഴപ്പൊലിമ പദ്ധതി, ആ തൃശ്ശൂർ ജില്ലയിലാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. അതിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് ഇവിടെ പറയണ്ടായി 45 കൂടുതൽ ഏകദേശം 40ഓളം പൊതുകിണറുകൾ പഞ്ചായത്തിനുണ്ട്. ശുദ്ധജലക്ഷാമം കൂടുതൽ അനുഭവിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കിണറുകൾക്കും അത് റീചാർജ് ചെയ്യുന്ന ഈ മഴപ്പൊലിമ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം 60ഓളം മൊത്തം, അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെ കിണറടക്കം 60ഓളം കിണറുകൾ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയൊരു സ്കീമായിരുന്നത്, പുതിയൊരു പദ്ധതിയായിരുന്നത്. അതിൻ്റെ ആ ഗുണം കിട്ടുന്നത് ഈ വരുന്ന കാലവർഷത്തിൽ, ഈ വരുന്ന സാമ്പത്തിക വർഷമാണ് നമുക്ക് അതിൻ്റെ ഗുണം ലഭ്യമാവുള്ളൂ എന്നാണ് പറയാനുള്ളത്. അതുപോലെ നീർത്തട വികസനത്തിനുള്ള പദ്ധതികൾ പഞ്ചായത്തിൻ്റെ ലെവലിൽ ഇതുവരെ ആയിട്ടുണ്ട്. നീർത്തട വികസനം, നീർത്തടാധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ, അതിനുള്ള 4 വാട്ടർ ഷെഡാണ് നമ്മൾ കണ്ടെത്തിയത്. കൃഷി ഓഫീസറാണ് അത്. കൃഷി ഓഫീസറും അതുപോലെ തന്നെ പാലക്കാട് IRTCനെയാണ് നമ്മൾ പഞ്ചായത്ത് അത് ഏൽപ്പിച്ചുള്ളത്. അതിൻ്റെ സംഖ്യ മാറ്റി വെച്ചാൽ അതിൻ്റെ DPC അംഗീകാരം കിട്ടി നമ്മൾ IRTC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രാറായിട്ട് അവരാണ് അത് വന്ന് ചെയ്യുന്നത്. 4 വാട്ടർ ഷെഡാണ് കണ്ടെത്തിയത്. ഏകദേശം 13,000 ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ആർക്ക് വേണമെങ്കിലും ഒരു 10 അല്ലെങ്കിൽ ഒരു 50 മീറ്റർ നടന്നാൽ വെള്ളം കിട്ടുന്നൊരു സ്ഥിതി ഇന്ന് പഞ്ചായത്തിലുണ്ടോ? അത് എല്ലാ വാർഡിലും അത് അവൈലബിൾ അല്ല. ഓക്കെ. ഇപ്പം ഞങ്ങളെ പദ്ധതികൾ 3 പൂർത്തീകരിക്കാനെന്ന് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ പദ്ധതികൾ പൂർത്തീകരിച്ച് വരികയാണെന്നുവെച്ചെങ്കിൽ
ഞങ്ങൾക്ക് ആവശ്യക്കാർക്ക് വെള്ളം കൊടുക്കാവുന്ന ഒരു അപ്പോൾ ശുദ്ധജലക്ഷാമം ഇല്ലാത്തൊരു പഞ്ചായത്തായിട്ട് മാറും.